നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകളും വരും, അതേസമയം കുറേ ഇഷ്ടമില്ലാത്ത വീഡിയോകളും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും തോറും തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ താല്പര്യമില്ലാത്ത ഈ വീഡിയോകൾക്കിടയിൽ നിന്ന് വേണം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകളെ കണ്ടെത്തി അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ. എന്നാൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹോം സ്ക്രീനിൽ വരുന്ന എല്ലാ വീഡിയോകളും തന്നെ നമുക്ക് ഇഷ്ടമുള്ളവയായാലോ എങ്ങനെയിരിക്കും? അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്ത് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീന് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില വീഡിയോകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും, അതായത് ബാക്ക് അടിച്ച് ആ വീഡിയോയെ ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ പിന്നീട് നമ്മൾ ഈ സ്കിപ്പ് ചെയ്ത വീഡിയോകളൊക്കെ കാണണമെന്ന് ആഗ്രഹവും ഉണ്ടാകും, പക്ഷെ അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് കാണാൻ പറ്റാതെ വരും, പിന്നെ സെർച്ച് ചെയ്തൊക്കെ കണ്ടാലായി. എന്നാൽ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത വീഡിയോകളെ മാത്രമായിട്ട് യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ആവശ്യമുള്ള വീഡിയോകളെ പ്രസ് ചെയ്ത് നമ്മൾ എവിടെ വെച്ചാണോ സ്കിപ്പ് ചെയ്തത് അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് പ്ലേ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയറും ചെയ്യാം. അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടും. അതുപോലെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ ചാനലിലെ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള ആ സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകളെ മാത്രമായിട്ട് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പണായി വരുമ്പോൾ തന്നെ സ്ക്രീൻ ഒന്ന് മുകളിലേക്ക് നീങ്ങാറുണ്ട്. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ സ്ക്രീൻ മുകളിലേക്ക് നീങ്ങുമ്പോൾ മുകളിലായിട്ടുള്ള കുറച്ച് ഓപ്ഷനുകൾ അതിൽ മറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ മറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ ഓപ്ഷനുകളെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി അങ്ങനെ മറഞ്ഞു പോകുന്നില്ലെങ്കിൽ പോലും ആ ഓപ്ഷനുകളെ മിക്കവരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഹോം സ്ക്രീൻ ഓപ്പൺ ആവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്ക്രീന് മുകളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. അപ്പൊ യൂട്യൂബിന്റെ ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഹോം സ്ക്രീൻ ഓപ്പൺ ആയതും തന്നെ ഇതാ സ്ക്രീന് മുകളിലേക്ക് ഒന്ന് നീങ്ങി. അപ്പൊ സ്ക്രീനിൽ ഞാൻ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്കൊന്ന് അതിനെ വലിക്കുകയാണ്. ഇപ്പൊ ഇവിടെ മുകളിൽ കണ്ടില്ലേ കുറെ ഓപ്ഷനുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ആളെന്ന ഓപ്ഷനാണ് ഇപ്പൊ ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പൊ ആളെന്നത് സെലക്ട് ആയി കിടക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ സ്ക്രീനിനെ മുകളിലേക്ക് നീക്കുമ്പോൾ പലതരത്തിൽപ്പെട്ട വീഡിയോകൾ, അതായത് പല വിഷയങ്ങളുടെ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ അതിൽ കുറെ വീഡിയോകൾ നമുക്ക് താല്പര്യമില്ലാത്തവയാണ്. എന്നാൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ആളെന്ന ഓപ്ഷന് തൊട്ടടുത്തായിട്ട് ന്യൂ ടു യു എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത വീഡിയോകൾ മാത്രമായിട്ട് ഹോം സ്ക്രീനിൽ വരുന്നതാണ്. ഞാനിവിടെ അതിൽ പ്രസ് ചെയ്യുന്നില്ല, പകരം അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ന്യൂസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ന്യൂസിന്റെ വീഡിയോകൾ മാത്രമാണ് സ്ക്രീനിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. മറ്റു തരത്തിൽപ്പെട്ട വീഡിയോകളൊന്നും ഇവിടെ വരുന്നില്ല. ഇനി ആ ന്യൂസിന്റെ തൊട്ടടുത്തായിട്ട് മ്യൂസിക് എന്ന ഓപ്ഷൻ ആണ്, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അത് സെലക്ട് ചെയ്യുമ്പോൾ സിനിമ, ആൽബം, സോങ്സുകൾ മാത്രമാണ് ഹോം സ്ക്രീനിൽ വരുന്നത്. ഇനി മ്യൂസിക്കിന്റെ അടുത്തതായിട്ട് ലൈവ് ആണ്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് ന്യൂസുകൾ അതേപോലെ ലൈവ് പ്രോഗ്രാമുകളുടെ ഒക്കെ വീഡിയോകളാണ് ഓപ്പൺ ആകുന്നത്. ഇനി അതിന്റെ അടുത്തത് തമിഴ് സിനിമയാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ തമിഴ് സിനിമകളെ സംബന്ധിച്ച വീഡിയോകൾ മാത്രമായിട്ട് വരുന്നു. ഇനി അതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് മോഹൻലാൽ എന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പൊ കുറെ പേര് മോഹൻലാലിന്റെ വീഡിയോകൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ടാകാം യൂട്യൂബ് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ടീസറുകൾ അതേപോലെ ലാലേട്ടന്റെ സിനിമയെ സംബന്ധിച്ച വീഡിയോകൾ മാത്രമായിട്ട് ഹോം സ്ക്രീനിൽ കാണുന്നു. നമ്മൾ മുകളിലുള്ള ആ ഓപ്ഷനുകളുടെ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് നീക്കും തോറും പുതിയ പുതിയ ഓപ്ഷനുകൾ ഇവിടെ കുറെ കാണുന്നുണ്ട്. ഇതാ ഇവിടെ കാർസ് എന്നൊരു ഓപ്ഷൻ കാണുന്നു. ഞാൻ അതിൽ സെലക്ട് ചെയ്തപ്പോൾ കാറിന്റെയും ബൈക്കുകളുടെയും ഒക്കെ വീഡിയോകളാണ് ഹോം സ്ക്രീനിൽ വരുന്നത്. അതിന്റെ അടുത്തതായിട്ട് റീസെന്റ്ലി അപ്ലോഡഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഇവിടെ ഹോം സ്ക്രീനിൽ കാണുന്നത്. ഇനി ഞാൻ സ്ക്രീനിനെ റൈറ്റ് സൈഡിലേക്ക് തന്നെ നീക്കുന്നു. ഇപ്പൊ ഇവിടെ ആ ആളെന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സിമ്പൽ കാണുന്നില്ലേ? അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പൊ അത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കുറെ കാറ്റഗറീസ് വന്നിട്ടുണ്ട്. ഈ കാറ്റഗറീസിൽ നമ്മൾ ഇപ്പൊ കാണാത്ത ഓപ്ഷനുകളും ഉണ്ട്. ഇതാ ഇവിടെ താഴെ കണ്ടില്ലേ, സ്പോർട്സ്, അതേപോലെ ഏറ്റവും താഴെയായിട്ട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി, അതുപോലെ കുറച്ച് ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ
ഞാൻ ആ ഫാഷൻ ആൻഡ് ബ്യൂട്ടി എന്നതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഫാഷൻ ഷോയുടെ മാത്രമായിട്ട് വീഡിയോകൾ കുറെ ഓപ്പൺ ആകുന്നുണ്ട്. അതേപോലെ ആ സ്പോർട്സ് എന്നത് സെലക്ട് ചെയ്യുമ്പോഴോ സ്പോർട്സിന്റെ മാത്രം വീഡിയോകൾ ഹോം സ്ക്രീനിൽ വരുന്നു. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ദാ ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആ ചാനലുകളുടെ വീഡിയോകൾ മാത്രമാണ് ആ ഒരു സ്ക്രീനിൽ വരിക. അപ്പൊ ഞാൻ അതിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറെ ചാനലുകളാണ് കാണുന്നത്. അപ്പൊ ഈ സ്ക്രീനിന്റെ മുകളിലും നമ്മൾ നേരത്തെ കണ്ട അതേ ഓപ്ഷനുകൾ ഉണ്ട്. അതിലും ആളെന്ന ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലുകളിലുമുള്ള പലതരം വീഡിയോകൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ടുഡേ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നവർ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മാത്രമായിട്ട് ഇവിടെ ഓപ്പൺ ആകും. അതേപോലെ ഇവിടെ ഷോർട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഷോർട്സ് വീഡിയോകൾ മാത്രമായിട്ട് കാണാം. ഞാൻ ഈ ഓപ്ഷനുകളെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കുന്നു. അപ്പൊ അതവിടെ കണ്ടിന്യൂ വാച്ചിങ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ സ്കിപ്പ് ചെയ്ത പോയ വീഡിയോകൾ ഉണ്ടല്ലോ, അതിനായിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഈ വീഡിയോകളൊക്കെ തന്നെ ഞാൻ കുറച്ച് കണ്ടിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സ്കിപ്പ് ചെയ്തവയാണ്. അപ്പൊ ആ വീഡിയോയുടെ താഴെ കണ്ടില്ലേ, ആ ചുവന്ന ലൈന് കുറച്ച് മാത്രം വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോകളിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടുന്ന് മുതൽ വീഡിയോ പ്ലേ ആകുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്യാം. തീർന്നില്ല, ഇനിയൊരു സംഭവം കൂടി കാണിക്കാം. അപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ എന്റെ പ്രൊഫൈൽ കാണുന്നില്ലേ? അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ സ്ക്രീനിന്റെ മുകളിൽ കാണുന്ന വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ കുറച്ച് കണ്ടതോ അല്ലെങ്കിൽ മുഴുവനായിട്ട് കണ്ടതോ ആയ വീഡിയോകളാണ്. അതാണ് ഹിസ്റ്ററി എന്ന് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിലും സ്കിപ്പ് ചെയ്തതും അല്ലാത്തതുമായ വീഡിയോകളൊക്കെ ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ വീണ്ടും അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ രീതികളിലൊക്കെ യൂട്യൂബിന്റെ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകളെ മാത്രം കൊണ്ടുവന്നുകൊണ്ട് അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.